ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് വെച്ചാൽ ഒരു സൽക്കാരം കേട്ടോ. അപ്പോൾ സൽക്കാരത്തിന് പോവുകയാണ്. അപ്പോൾ കറണ്ടില്ല. രാവിലെ തന്നെ കറണ്ട് ഇല്ലാത്തതിനോട് തന്നെ വണ്ടിക്കൊന്നും വിളിച്ചാൽ കഴിഞ്ഞില്ല കേട്ടോ. ഫോണിൽ പൈസ ഇല്ലല്ലോ, വൈഫൈ ഉള്ളതിനോട് പൈസ ആയിട്ടില്ല. അപ്പോൾ പൈസ ഇല്ല, കറണ്ടും പോയി, വണ്ടിക്കും വിളിച്ചാൽ കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ റോട്ടും പോയി. ഏതെങ്കിലും വണ്ടി വരുന്നത് കിട്ടുമോ എന്ന് കരുതിയാണ്ട് കയറിക്കാട്ടോ. കിട്ടുമോയെന്ന് അറിയില്ല. ഇപ്പോൾ കുറേ ആയിട്ട് വിളിച്ചാണ്ട് തന്നെയല്ലേ പോവൽ. അപ്പോൾ കിട്ടുമോയെന്ന് അറിയില്ല. ഏതായാലും കയറിക്കുണ്ട്. ഇമ്മയും കുട്ടി നൂറുകൊണ്ട് കിട്ടണം കയറണുള്ളൂ. അപ്പോൾ സൽക്കാരം എവിടെ വെച്ചാൽ ഇമ്മമ്മേൻ്റെ അനിയത്തിൻ്റെ ഓടാ കേട്ടോ. ഉമ്മമ്മേൻ്റെ ചെറിയ അനിയത്തിൻ്റെ ഓടാണ് സൽക്കാരം. അപ്പം അതിന് പോവുകയാണ്. ഷെമി ഇവിടെ അല്ല കേട്ടോ, ഷെമി നാട്ടിലില്ല. അപ്പോൾ ഞാനും ഉമ്മയാട്ടോ പോണത്. ഞങ്ങൾ രണ്ടാളും രാവിലെ പോകണമെന്നൊക്കെ കരുതിയാണ്. പക്ഷേ തിരുമ്പലും ഇതും കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ സമയം 12 മണിയായി. വണ്ടി കിട്ടുവെക്കും. ഏതായാലും കറണ്ട് വന്നാൽ വണ്ടിക്ക് വിളിച്ചതിന് പക്ഷേ കറണ്ട് വന്നിട്ടും ഇല്ല. അപ്പോൾ ഞങ്ങളിഞ്ഞ് സൽക്കാരത്തിന് പോണതും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ റോട്ടുമ്പോൾ കയറിയിട്ട് അപ്പോൾ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറുണ്ടല്ലോ. ഇസമോളെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയൊന്നും കാണുന്നില്ല. ഏതായാലും വൈഫൈ ഇപ്പോൾ വന്നു കേട്ടോ. അപ്പോൾ അമ്മ വണ്ടിക്ക് വിളിച്ചാനും വേണ്ടി അങ്ങോട്ട് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിക്കണം കേട്ടോ. കറണ്ട് വന്നിക്കണം. അപ്പോൾ ഇനി വണ്ടിക്ക് വിളിച്ചു നോക്കട്ടെ കേട്ടോ. എനിക്ക് കാത്തുനിന്ന് ഞങ്ങൾ കുഴഞ്ഞൊരു വണ്ടീനൊക്കെ വിളിച്ചണം കേട്ടോ. ഞങ്ങൾ വണ്ടീനൊക്കെ വണ്ടീനെ വിളിച്ചപ്പോൾ എവിടെയാണല്ലോ. ഏതായാലും വേറൊരു വണ്ടീനെ വിടാന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേന് നമ്മളെ ഉമ്മാക്ക് ഇങ്ങനെ അരിച്ച് വരുന്നുണ്ട്. നിങ്ങളെ കൂട്ടിയിട്ടാണ് എനിക്ക് നേരം വൈകിയെന്നൊക്കെ പറഞ്ഞാണ്ട് ഉമ്മാക്ക് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അപ്പം മുണ്ടാതെ നിൽക്കുക. ഐസമോളാണെങ്കിൽ മാറ്റിയത് ഒരുക്കിയതൊക്കെ കേടെടുത്തോളും തുടങ്ങി. കുറച്ച് നേരം ആയില്ലേ റോട്ടുമ്പോൾ നിൽക്കണം. അമ്മക്ക് കൊടുക്കുകയാണെങ്കിലും നേരത്തെ പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒപ്പം കൂടിയതിനോടും നേരം വൈകി. നമ്മളെ നാടൊക്കെ ഉണ്ടല്ലേ, ഈ കുണ്ടിലാണ് ഞങ്ങൾ. എത്തിയിട്ട് കുറേ നേരമായി. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഐസമ്മോള് ഭയങ്കര കച്ചറ കേട്ടോ. ഓള് സാധാരണ ഓള് പപ്പല്ലാതെ അങ്ങനെ ഞാൻ ഉടുക്കും അങ്ങനെ പോകില്ലല്ലോ. അപ്പം ഇന്നിപ്പോൾ പപ്പിയില്ല. എന്നിട്ട് ഓള് നമ്മളെ ഇട്ടിക്കാണ്ട് ഇങ്ങനെ പിരിയാക്കുക. എന്നിട്ടിപ്പോൾ ചോറൊന്നും തിന്നണില്ല. എന്നിട്ട് അപ്പുറത്തെ പെരയിലൊക്കെ പോയിരുന്നാണ്ട് ചോറൊക്കെ കൊടുത്ത് ഭയങ്കര സൗണ്ട് കേട്ടോ. കുട്ടികളും മക്കളൊക്കെ ഉണ്ട്. പിന്നെ സൽക്കാരത്തിന് വന്നോലൊക്കെ പോയിട്ടോ. ഇനി ഞങ്ങൾ തന്നെ ഉള്ളൂ ബാക്കി. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകും. ഇനി ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. എല്ലാ സംഭവം എന്നാൽ സൽക്കാരം കേട്ടോ. അപ്പോൾ എല്ലാ സംഭവവും ഉണ്ടായിന്. ഫുഡൊക്കെ അടിപൊളിയായിന്. പക്ഷേ ഐസമ്മ തിന്നാഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ അപ്പുറത്തൊക്കെ കൊണ്ടുപോയി അവിടുന്ന് തിന്നാനൊക്കെ കൊടുത്ത് വീണ്ടും കേട്ടനെ വന്നതാട്ടോ. പിന്നെ വീഡിയോ എടുത്തിട്ടേ ഇല്ല കേട്ടോ. ഞാൻ പറയണ തന്നെ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഫുള്ള് വച്ചപ്പാടാട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ സർക്കാർ. ഇത് ആരാന്ന് വെച്ചാൽ അമ്മമ്മേൻ്റെ അനിയത്തിൻ്റെ വീടാട്ടത്. പൈസമ്മ ഇരിക്കണേ കാണിച്ചു തരാട്ടോ. അപ്പോൾ ആടെ പോയിക്കാണ്ടിരിക്കണം. അപ്പോൾ ഭയങ്കര പൊട്ടിത്തെറുപ്പായിട്ടോള് പറഞ്ഞൊന്നും കേൾക്കില്ല. അങ്ങനെ അതാ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് വണ്ടിയൊക്കെ വിളിച്ചെന്നു കേട്ടോ. നേരിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരാട്ടോ ചെയ്തത്. ഓല് വണ്ടി വിളിച്ചെന്ന് അവിടുന്ന് പിന്നെ നേരെ അങ്ങനെ പോകുന്നു. എന്നിട്ട് ഐസമ്മോളുണ്ടല്ലോ ഉറങ്ങിയ പോലെ അഭിനയിക്കാട്ടോ. വണ്ടിയിൽ നിന്ന് ഉറങ്ങിയിട്ടൊന്നും ഇല്ല. എന്നിട്ട് ഉറങ്ങിയ പോലെ ഇങ്ങനെ അഭിനയിക്കാട്ടോ. അപ്പം ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഓളിങ്ങനെ ചിറിച്ചിനൊക്കെ ഉണ്ട്. പക്ഷേ കണ്ണ് പൂട്ടി ഇങ്ങനെ കിടക്കട്ടോ. ഉറങ്ങിയ പോലെ ഇങ്ങനെ വെറുതെ അഭിനയിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നേരെ തിരിച്ച് പെരേക്ക് പോന്നു കേട്ടോ. അതാ സൽക്കാരമൊക്കെ കഴിഞ്ഞ് കല്യാണം എന്നാ പറയുമ്പോൾ സൽക്കാരമൊക്കെ കഴിഞ്ഞേക്കാണ് തിരിച്ച് ഞങ്ങൾ പെരയിലെത്തിയിട്ട് കുറേ നേരമായി. പിന്നെ ഞങ്ങൾ വേഗം പോന്നിട്ടൊന്നുമില്ല. ഒരു വൈകുന്നേരം 4 മണിയൊക്കെ കഴിഞ്ഞാലായിട്ട് ഞങ്ങൾ പോകുന്നത്. പിന്നെ പെരയിലെത്തിയിട്ട് കുറച്ച് നേരമായി. വന്നപ്പോൾ എല്ലാം വെയിലും തൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആകെ മൂടി മഴയൊക്കെ പെയ്യൽ തുടങ്ങിയിട്ടോ. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തെ ചായ കുടിക്കട്ടോ. കട്ടൻ ചായയും പിന്നെ എന്താ ഇവിടെ ഉണ്ട്. ഞാനും ഐസമ്മും ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. പിന്നെ ഇതാ ചായക്കടി ലഡു ഉണ്ട്.
ഓളും ഉണ്ടിട്ടായിട്ട് ചായ കുടിക്കണം. അപ്പം ഞങ്ങൾ ചായ കൊടുക്കുക. പിന്നെ ഭയങ്കര തലവേദന ആയിട്ടാണ് കുളിച്ചപ്പാടെ നമ്മൾ മുടി നഞ്ഞ മുടിയൊക്കെ ഇങ്ങനെ കെട്ടിപ്പോയിട്ട് പിന്നെ എനിക്ക് മൈഗ്രീൻ്റെ പ്രശ്നമുള്ളതിനോട് തന്നെ ഭയങ്കര തലവേദന. അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ തലവേദനയായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഉമ്മ ഇപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കിക്കണം. നല്ല ചൂടുള്ള കട്ടൻ ചായ കുടിക്കരുത് അറിയാം. പക്ഷെ ഞാൻ തലവേദന വരുമ്പോൾ അധികം ആൾക്കാർ എങ്ങനെ നിൽക്കും, തലവേദന വരുമ്പോൾ കട്ടൻ ചായ കുടിക്കും. കട്ടൻ ചായ നല്ല കേട്ടോ, ചായ കുടിക്കും. ആ ചായ. അപ്പോൾ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഞങ്ങൾ ഇളയമ്മാൻ്റെ അടുക്ക് കേട്ടോ പോയിന്. ആദ്യമൊക്കെ ഇടയ്ക്കിടക്ക് പോവലുണ്ടായിരുന്നില്ലമ്മ. ഞാൻ ചെറുതായ സമയത്തൊക്കെ അവിടെ കുറേ പ്രാവശ്യം പോയി കേട്ടോ. ഇപ്പോൾ ഞാൻ പോയിട്ട് എത്രയോ നല്ല വർഷങ്ങളായി പോയിട്ട്, കുറേ ആയി പോയിട്ട്. അപ്പം ഇന്ന് പിന്നെ പോവണ്ടെന്നൊക്കെ ഇങ്ങനെ രാവിലെ വിചാരിച്ചിനി അമ്മായി ഇതൊക്കെ. അപ്പം പിന്നെ എനിക്ക് ഇങ്ങനെ തോന്നി കുറേ ആയില്ല പോയിട്ട്. അപ്പം ഞാൻ അമ്മനോട് ഇറങ്ങാൻ പോകുക. അങ്ങനെ പെട്ടെന്ന് നേരെ വൈകിയോ പറഞ്ഞ് ഉമ്മ എന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കി കേട്ടോ. ഉമ്മക്ക് നേരെ വൈകിയപ്പോത്തിനും. അപ്പോൾ കുറേ ആയതല്ലേ എന്ന് കരുതി പോയി. സൽക്കാരൊക്കെ കൂടി പോകുന്നു. അവിടെ അമ്മായിയൊക്കെ ഉണ്ടായിന് കേട്ടോ. അമ്മായിയും പിന്നെ വേറൊരു ഇളയമ്മ ഉണ്ടല്ലോ, ഇരുപത്തിത്തെ ഒരു ഇളയമ്മ ഉണ്ട് ഉമ്മമാൻ്റെ, അതൊക്കെ ഉണ്ടായിന്. അമ്മായിയാക്കിയൊക്കെ ഉണ്ടായി, എല്ലാവരും ഉണ്ടായിന് കേട്ടോ. അങ്ങനെ സൽക്കാരൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കണമെന്ന് പിന്നെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഐസമ്മോട് ഇങ്ങനെ പിരിപിരി ആയപ്പം പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ, ചെറിയൊരു വീഡിയോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ.